ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല പാൽ കൊഴുക്കട്ടയാണ്. ഇത് മലബാറിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല പച്ച വെള്ളത്തിൽ കുഴച്ച് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതേപോലെ എടുക്കണം. അപ്പോൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി. ചെറുതാക്കി എടുത്താൽ മതി, ഇല്ലെങ്കിൽ പിന്നെ വേവാനായിട്ട് താമസം ഉണ്ടാവും. അപ്പം ഞാൻ ഇതിനൊരു ഇഡ്ഡലി പാത്രം, അപ്പച്ചെമ്പില്ലേ, അതിലേക്ക് കുറച്ച് ഫോയിൽ ഇട്ടിട്ട് നിരത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും ഇതിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഇട്ടിട്ട് അത് ഉരുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ കടല ഇട്ടിട്ട്, വെള്ളക്കടല അതിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പച്ചരിപ്പൊടി തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട കെട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് എടുക്കുക. ഓക്കെ, അത് നന്നായിട്ടൊന്ന് ഇളകി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർ ഇതിലേക്ക് പാലും കൂടി മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരേനെ മധുരത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മധുരമൊക്കെ നോക്കി കറക്റ്റായിരുന്നു. ഇനി ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കടല. ആ കടലേനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സെയിം അങ്ങനെ തന്നെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി കുറച്ച് എന്തെങ്കിലും ഒന്ന് വേവാനായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് അങ്ങ് വെന്തോളൂല്ലോ. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ ബോൾസ് ആണ്. അപ്പോൾ ആ ബോൾസും കൂടിയിട്ട് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബോൾസ് എല്ലാം നമുക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് നേരെ നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ട് വേവാനൊന്നുമില്ല. അപ്പോൾ ഇത് തണുത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് കട്ട കട്ടയായിട്ടാണ് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് മലബാർ സൈഡിലേക്ക് ആക്ച്വലി നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മുഹറത്തിൻ്റെ നോമ്പൊക്കെ ആയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്വീറ്റാണ്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 3-4 ഏലക്ക പൊടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ തോടോട് കൂടിയിട്ടിടുന്നത് ആ ഒരു സ്മെല്ലതിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു പരുവം എന്ന് പറയുന്നത്. അങ്ങനെ തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് മെല്ലെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ശർക്കര യൂസ് ചെയ്തതുകൊണ്ട് അത്ര അങ്ങോട്ട് അൺഹെൽത്തി ആയിട്ട് ഉള്ള സാധനമല്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു.